ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്രോഗ് ഐ ആണ്. അപ്പോൾ ഫ്രോഗ് ഐയുടെ ഡെവലപ്മെൻറ്റ് പറയുന്നതിന് മുന്നേ ജസ്റ്റ് ഐയുടെ ജനറൽ സ്ട്രക്ചർ പറയുകയാണ്. ഒന്ന് ഓർമ്മ പുതുക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ടിപ്പിക്കൽ ഹ്യൂമൻ ഐയുടെ സ്ട്രക്ചറാണ്. ഫ്രോഗിനും ഓൾമോസ്റ്റ് ഈ പറയുന്ന കമ്പോണൻസ് ഒക്കെ സെയിം ആയതുകൊണ്ട്, സ്ട്രക്ചർ സെയിം ആയതുകൊണ്ട്, വെർട്ടിബ്രേറ്റ് ഐയുടെ സ്ട്രക്ചർ സെയിം ആയതുകൊണ്ട് ഞാൻ ഇതാണ് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ നമുക്കറിയാം ഐ എന്ന് പറയുമ്പോൾ ദർ ഇസ് എ ഔട്ടർ, നമുക്കിവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഔട്ടർ തിക്ക് ലെയർ ഉണ്ട്, തിക്ക് പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ട്, വിച്ച് ഇസ് നോൺ ആസ് ദ സ്ക്ലീറ. സ്ക്ലീറയ്ക്ക് തൊട്ട് താഴെയായിട്ട് നമുക്കൊരു പിഗ്മെൻറ്റഡ് ലെയർ കാണാൻ പറ്റും. ഈ കാണുന്നതാണ് പിഗ്മെൻറ്റഡ് ലെയർ. ഈ പിഗ്മെൻറ്റഡ് ലെയർ വാസ്കുലാറൊക്കെയാണ്. ദിസ് പിഗ്മെൻറ്റഡ് ലെയർ ഇസ് നോൺ ആസ് കൊറോയിഡ്. കൊറോയിഡ് പ്രൊട്ടക്ഷൻ കൊടുക്കും, ലൈറ്റ് സ്കാറ്ററിങ് പ്രിവെൻറ്റ് ചെയ്യും. പിഗ്മെൻറ്റഡ് ലെയറിന് താഴെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ദ സെൻസറി ലെയർ ഓഫ് ഐ, വിച്ച് ഇസ് നോൺ ആസ് ദ റെറ്റിന. റെറ്റിന എന്ന് പറയുന്നത് ഇസ് മെയ്ഡപ്പ് ഓഫ് നെർവസ് ടിഷ്യൂ. ഓക്കെ, ഇനി ഈ കാണുന്നതാണ് ഒപ്റ്റിക് നെർവ്. ഇനി ഐക്ക് നമുക്കിവിടെ എന്ത് കാണാൻ പറ്റും? ഒരു ലെൻസ് കാണാൻ പറ്റും. ലെൻസിനും റെറ്റിനയ്ക്ക് ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്. ഈ സ്പേസ് വിട്രിയസ് ബോഡി എന്ന് പറയും. ദിസ് ഇസ് ഫിൽഡ് വിത്ത് വിട്രിയസ് ഹ്യൂമർ. ആൻഡ് ലെൻസ് സസ്പെൻസറി ലിഗമെൻറ്റ്സ് വഴിയിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ പൊസിഷൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ലെൻസിന് ഫ്രണ്ടിലായിട്ട് നമുക്കിവിടെ ഈ പറയുന്ന റെറ്റിനയുടെ തന്നെ ഒരു എക്സ്റ്റൻഷൻ കാണാൻ പറ്റും. ഈ എക്സ്റ്റൻഷനാണ് നമ്മൾ ഐറിസ് എന്ന് വിളിക്കുന്നത്. ഐറിസ് ഇങ്ങനെ ഓൾമോസ്റ്റ് ലെൻസിന് ചുറ്റും കവർ ചെയ്തിട്ടുണ്ടാകും, ലീവിങ് എ സ്മോൾ സ്പേസ്, അല്ലെങ്കിൽ സ്മോൾ ഗ്യാപ്പ് ഇൻ ദ സെൻറ്റർ, ആൻഡ് ദിസ് ഗ്യാപ്പ് ഇസ് നോൺ ആസ് പ്യൂപ്പിൾ. പിന്നെ ഐക്ക് പുറത്തായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഒരു ലെയർ പ്രൊട്ടക്ഷൻ ഉണ്ട്, ദാറ്റ് ഈസ് ദ കോർണിയ. കോർണിയ ഒരു ട്രാൻസ്പെറൻറ്റ് ലെയറാണ്. കോർണിയയ്ക്ക് പുറത്തൂടെ നമുക്ക് ചെറിയൊരു ലെയർ ഓഫ് കൺജങ്ക്റ്റീവയും കാണാൻ പറ്റും. സോ ആൻഡ് ഇവിടെ ഈ ഒരു സ്പേസിൽ ദർ ഇസ് അനദർ ഫ്ലൂയിഡ് പ്രസൻറ്റ്, ദാറ്റ് ഇസ് നോൺ ആസ് അക്വസ് ഹ്യൂമർ. ഇതാണ് ജനറൽ ഐയുടെ സ്ട്രക്ചർ. ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് ജനറൽ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം ഫ്രോഗിൽ ഈ ഓരോ സ്ട്രക്ചറും എവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ കേസിലാണെങ്കിൽ ഇത് ഡെവലപ്മെൻറ്റിൽ എക്ടോഡോമിന്നാണോ, എൻഡോഡോമിന്നാണോ, മീസോഡോമിന്നാണോ, ഇതിൽ ഓരോ സ്ട്രക്ചറും എവിടെ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നു, അതെങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയുന്നതാണ് ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്രോഗ് ഐ. ഓക്കെ, അപ്പോൾ ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്രോഗ് ഐ പറയുമ്പോൾ ഞാൻ ആദ്യം പറയുന്നത് ഈ ഒരു കാര്യമാണ്. നൗ മെയിൻലി ഐ ഈസ് ഡിറൈവ്ഡ് ഫ്രം 3 ഡിഫറെൻറ്റ് സോഴ്സസ്. നമുക്ക് ഐയിൽ തന്നെ 3 ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ടിഷ്യൂസ് കാണാൻ പറ്റും. ഏതൊക്കെയാണ് 3 ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ടിഷ്യൂസിന്? അതിനകത്ത് റെറ്റിന എന്ന് പറയുന്നത് എക്ടോഡം, ന്യൂറൽ എക്ടോഡം എന്നാണ് ഉണ്ടായിരിക്കുന്നത് റെറ്റിന. ലെൻസ് ഓഫ് ദി ഐസ് ഇസ് ഡെവലപ്ഡ് ഫ്രം, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഫോർമേഷൻ നടക്കുന്നത്? എപ്പിഡേമൽ എക്ടോഡം എന്നാണ്. നിങ്ങൾ ഫ്രോഗിൻ്റെ ഫേറ്റ് മാപ്പ് വരച്ചപ്പോൾ എപ്പിഡേമൽ എക്ടോഡേമൽ ലെൻസ് കണ്ടിട്ടുണ്ടാകും, ഫേറ്റ് മാപ്പ് എപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിൽ. അടുത്തത് പിന്നെ നമ്മൾ ഐയിൽ ചുറ്റുമുള്ള സ്ക്ലീറ ആൻഡ് കൊറോയിഡ്. സ്ക്ലീറ ആൻഡ് കൊറോയിഡ് ഉണ്ടാവുന്നത് എവിടെ നിന്നാണ്? ഇറ്റ് ഈസ് ആക്ച്വലി ഫോംഡ് ഫ്രം മീസെൻകൈം. നൗ വാട്ട് ഇസ് മീസെൻകൈം? എല്ലാവരും കേട്ടിട്ടുള്ളത് മീസോഡേം ആണല്ലേ. ഔട്ടർ എക്ടോഡേം, മിഡിൽ മീസോഡേം, ഇന്നർ എൻഡോഡേം ആണ് നമുക്കുള്ളത്. വെർട്ടിബ്രേറ്റ്സ് ഒക്കെ ഉള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസം ഉള്ളത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ മീസെൻകൈം എവിടെ നിന്ന് വന്നു? യെസ്, മീസെൻകൈം ആർ എ കൈൻഡ് ഓഫ് മീസോഡേമൽ സെൽസ്. ഓക്കെ, ആൻഡ് ഇവരെ വിളിക്കുന്ന വേറൊരു പേരാണ് എംബ്രിയോണിക് കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ, നോൺ ആസ് എംബ്രിയോണിക് കണക്റ്റീവ് ടിഷ്യൂ. അതായത് എംബ്രിയോയിലുള്ള സെൽസാണ് ഇവർ. മീസോഡേമിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്, ചിലപ്പോൾ എപ്പിഡേമിൽ നിന്നും ഉണ്ടാകും, എന്നാലും മെജോറിറ്റി മീസോഡേമിൽ നിന്നുണ്ടാകുന്ന സെൽസ് തന്നെയാണ്. പക്ഷേ ഭാവിയിൽ ഇവരെന്താണ് ആകുന്നത്? ഭാവിയിൽ ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഡെവലപ്മെൻറ്റ് ദേ ഗിവ് റൈസ് ടു ദി കണക്റ്റീവ് ടിഷ്യൂസ് ലൈക്ക് ബ്ലഡ് സെൽസ്, കാർട്ടിലേജ്, സ്കെൽറ്റൽ സിസ്റ്റം. അങ്ങനത്തെ സ്ട്രക്ചേഴ്സ് ഉണ്ടാവുന്നത് മീസെൻകൈമിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടി എന്തൊക്കെയാണ് ഐയുടെ സ്ട്രക്ചർ, അതിൻ്റെ അകത്ത് ഓരോ ഘടകങ്ങൾ എവിടെ നിന്ന് ഉണ്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഐയുടെ ഡെവലപ്മെൻറ്റ് ഫ്രോഗിൽ നടക്കുന്നത് ടെയിൽ ബഡ് സ്റ്റേജിലാണ്.
ബ്രെയിനിൽ നിന്നാണ്, അല്ലെങ്കിൽ ന്യൂറൽ ട്യൂബിൽ നിന്നാണ് ഐയുടെ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ആ ന്യൂറൽ ട്യൂബ് പറയുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ആ ഡെവലപ്മെൻറ്റിലോട്ട് പോകുന്നതിന് മുന്നേ ഈ ഒരു ഡയഗ്രം ഒന്ന് ഫെമിലറൈസ് ചെയ്യുക. ഞാൻ ഇതിൻ്റെ ഒരു മോഡൽ വെച്ചൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, അത് ഞാൻ ഈ വീഡിയോ ആയിട്ട് ആഡ് ചെയ്യും. അവിടെ നിങ്ങൾക്ക് ക്ലേ ഉപയോഗിച്ച് ഞാൻ ഐയുടെ ഡെവലപ്മെൻറ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പടം നിങ്ങളുടെ മനസ്സിലൊന്നും ഉണ്ടായാൽ നല്ലതാണ്. ഫ്രോഗിൽ ന്യൂറലേഷൻ കഴിഞ്ഞ് ന്യൂറൽ ട്യൂബ് ബ്രെയിൻ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ആദ്യം ഇങ്ങനെയാണ് ബ്രെയിൻ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഈ ഒരു പടം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അടുത്ത സെഷനായ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഫ്രോഗിൻ്റെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് ആണ് നിങ്ങളീ കാണുന്നത്. നമുക്കത് പഠിക്കാനില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ അത് വിശദീകരിക്കുന്നില്ല ഇവിടെ. അത് PG പഠിക്കാനുള്ളൂ. അപ്പോൾ ഡിഗ്രിയിൽ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. എനിവേസ്, ബ്രെയിനിൽ ഡയൻസെഫാലോൺ എന്ന് പറയുന്നൊരു റീജിയനുണ്ട്. എവിടെയാണ് ഡയൻസെഫാലോൺ ഇരിക്കുന്നത്? അതിൻ്റെ ഫോർ ബ്രെയിൻ, ഈ കാണുന്നതാണ് ഫോർ ബ്രെയിൻ മോഡിഫൈ ചെയ്ത് ഈ രീതിയിലാകും. ഈ ഫോർ ബ്രെയിനിൽ ഈ ഒരു പർട്ടിക്കുലർ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡയൻസെഫാലോൺ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഡയൻസെഫാലോൺ, കണ്ടോ? ഡയൻസെഫാലോണിൻ്റെ അവിടെ നിന്നാണ് റെറ്റിന ഓഫ് ഐയുടെ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവിടെ നിന്നാണ് കണ്ണിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡയൻസെഫാലോണിക് റീജിയനിലുള്ള ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇനി എപ്പോഴാണ് ഈ ഡെവലപ്മെൻറ്റ് ഓഫ് ഐ അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് ഐ സ്റ്റാർട്ട് ചെയ്യുന്നത്? ടെയിൽ ബഡ് സ്റ്റേജിലാണ്. എന്താണ് ടെയിൽ ബഡ്? എംബ്രിയോയ്ക്ക് ഇത് ചെറുതായിട്ട് ബഡ് പോലെ ഇങ്ങനെ വാലുണ്ടായി വരുന്ന സ്റ്റേജ്. അവരുടെ ടെയിലിനെ കാണാൻ എങ്ങനെ ഇരിക്കും? ഒരു ബഡ് പോലെ ഇരിക്കും. അങ്ങനത്തെ സ്റ്റേജിലാണ് ടെയിൽ ബഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ടെയിൽ ബഡ് സ്റ്റേജിലാണ് നമുക്ക് ഈ ഡെവലപ്മെൻറ്റ് ഓഫ് ഐ കാണാൻ പറ്റുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഡെവലപ്മെൻറ്റ് ഓഫ് ഐ നടക്കുന്നത് നമുക്ക് നോക്കാം. ഇത് ഏകദേശം ഡെവലപ്മെൻറ്റ് തുടങ്ങുകയാണ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് തുടങ്ങുമ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഭാഗത്തിനെയാണ് ഞാനിവിടെ ക്ലേ കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പക്ക സ്റ്റേജ് ഒന്നും ഇതായിരിക്കില്ല, ഞാൻ ജസ്റ്റ് കാണിക്കുന്നു എന്നുള്ളൂ. ഏകദേശം ഈ ഒരു സമയത്താണ് തുടങ്ങുന്നത്, ഞാൻ ഇങ്ങനെ കാണിക്കുന്നു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ബ്രെയിനിൽ ഡയൻസെഫാലോണിക് റീജിയനിൽ വാട്ട് ഹാപ്പൻസ് ഓൺ ദ വെൻട്രൽ സൈഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡോർസൽ സൈഡ് അറിയാം, വെൻട്രൽ സൈഡ് അറിയാം. എംബ്രിയോന്റെ വെൻട്രൽ സൈഡിൽ വെൻട്രോലാറ്ററൽ പൊസിഷൻ. വെൻട്രോലാറ്ററൽ എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ ഒരു എംബ്രിയോ എടുക്കുവാണെങ്കിൽ ഇത് ഡോർസൽ സൈഡ് ആണെങ്കിൽ ഇത് വെൻട്രൽ സൈഡിൽ തന്നെ സൈഡിലോട്ട്. അപ്പോൾ ഏകദേശം ഇങ്ങനെ മുന്നോട്ട് പക്ഷെ വശത്തോട്ട്, അല്ലേ? അതാണ് വെൻട്രോലാറ്ററൽ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെൻട്രോലാറ്ററലായിട്ട് രണ്ട് എവാജിനേഷൻസ് ഉണ്ടാകും. എന്താണ് ഈ എവാജിനേഷൻസ്? അത് നമുക്ക് നോക്കാം. എന്താണ് എവാജിനേഷൻ എന്ന്? നമ്മൾ ഓൾറെഡി, ഞാൻ ഈ ടെക്സ്റ്റ് ഒന്ന് മാറ്റിക്കോട്ടെ, നമ്മൾ ഓൾറെഡി എംബ്രിയോളജിയിൽ ഗ്യാസ്ട്രുലേഷൻ പഠിച്ചപ്പോൾ നിങ്ങളെല്ലാം പഠിച്ചതാണ് ഇൻവാജിനേഷൻ. എന്താ ഇൻവാജിനേഷൻ? ഇപ്പം ഇതൊരു ടിഷ്യൂ അല്ലെങ്കിൽ സെൽസ് ആണെങ്കിൽ ഉള്ളിലോട്ട്, അല്ലേ, ഉള്ളിലോട്ട് ഇൻ പുഷിങ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചിരുന്നത്? ഇൻ പുഷിങ്ങിനെയാണ് നമ്മൾ ഇൻവാജിനേഷൻ. അപ്പോൾ ഒരു കപ്പ് പോലെ ആവും, അല്ലേ? അപ്പം ഇൻ പുഷിങ്ങിനെയാണ് നമ്മൾ എപ്പോഴും എന്ത് വിളിക്കുന്നത്? ഇൻവാജിനേഷൻ എന്ന് വിളിക്കുന്നത്. അതല്ല ഔട്ട് പുഷിങ് ആണെങ്കിലോ, പുറത്തോട്ടാണ് പുഷ് വരുന്നെങ്കിലോ, ഒരു പ്രൊജക്ഷൻ ഉണ്ടാവുന്നെങ്കിലോ, അതിനെ നമ്മൾ എന്ത് വിളിക്കും? എവാജിനേഷൻ എന്ന് വിളിക്കും. സോ ഡ്യൂറിങ് ദ ടെയിൽ ബഡ് സ്റ്റേജ് ഓഫ് ഫ്രോഗ് ഡെവലപ്മെന്റ്, two ventrolateral evaginations അല്ലെങ്കിൽ evaginations arises from the diencephalonic region. എവിടെ നിന്നാണ്? രണ്ട് വെൻട്രോലാറ്ററൽ എവാജിനേഷൻ അറൈസ് ചെയ്യും. എവിടെ നിന്നാണ് വെൻട്രോലാറ്ററൽ എവാജിനേഷൻ അറൈസ് ചെയ്യും? ഡയൻസെഫാലോണിക് റീജിയനിൽ നിന്ന് അറൈസ് ചെയ്യും. ഇങ്ങനെ അറൈസ് ചെയ്യുന്നത് ഈ സ്ട്രക്ചറിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒപ്റ്റിക് വെസിക്കിൾ എന്ന് വിളിക്കുന്നത്. വി കോൾ ദി സ്ട്രക്ചർ ആസ് ഒപ്റ്റിക് വെസിക്കിൾ. ഈ എവാജിനേഷൻ ഇങ്ങനെ ഒപ്റ്റിക് വെസിക്കിൾ എന്ന് വിളിക്കും. നാം ഈ ഒപ്റ്റിക് വെസിക്കിളിന് ചുറ്റും എന്ത് വരും? ഒപ്റ്റിക് വെസിക്കിളിന് ചുറ്റും. ഇപ്പോൾ ഇതിവിടെ ഇരിക്കുമ്പോൾ ഇവിടെ കുറേ മീസോഡോം സെൽസ് ഒക്കെ ഉണ്ടല്ലോ. മീസോഡോം സെൽസ് ഇവിടെ വന്ന് കുറച്ച് പുഷ് ചെയ്യുമ്പോൾ എന്താണ്? ഈ ഒപ്റ്റിക് വെസിക്കിളിന് ഒരു തണ്ട് പോലത്തെ സ്റ്റോക്ക് ഉണ്ടാകും. എന്തുണ്ടാകും? സ്റ്റോക്ക് ഉണ്ടാകും.
സോ എന്താ സംഭവിക്കുന്നത്? ഡ്യൂറിങ് ദ ടെയിൽ ബഡ് സ്റ്റേജ് a pair of ventrolateral evaginations called optic vesicle develop from the diencephalon and the basal part. ആ ഒപ്റ്റിക് വെസിക്കിളിന്റെ ബേസ് പാർട്ടിലോട്ട്, ബേസ് പാർട്ട് എന്താവും? കൺസ്ട്രിക്റ്റഡ് ആകും. ബേസ് പാർട്ട് എന്താവും? ഇങ്ങനെ കൺസ്ട്രിക്റ്റഡ്. നമുക്കിങ്ങനെ നോക്കാം. ദ ബേസ് പാർട്ട് വിൽ ഗെറ്റ് കൺസ്ട്രിക്റ്റഡ് ടു ഫോം ദി ഒപ്റ്റിക് സ്റ്റോക്ക്. സോ ഇപ്പം ഈ നിങ്ങൾ ഈ കാണുന്നതാണ്, നമ്മളിത് ഇതിനെ ഞാൻ അങ്ങനെ വലുതാക്കിയേ ഉള്ളൂ. അപ്പം നമ്മളൊരു ഒപ്റ്റിക് വെസിക്കിളിനെയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. സോ ദിസ് ഇസ് ദി ഒപ്റ്റിക് വെസിക്കിൾ വിത്ത് ആൻ ഒപ്റ്റിക് സ്റ്റോക്ക്. ഓക്കെ, നമ്മൾ ഈ ഒപ്റ്റിക് വെസിക്കിളിനെ തുറന്നു നോക്കാൻ നമുക്ക് കാണാൻ പറ്റും ഹോളോ ആണ്. ഹോളോ ആണ്. സോ ദർസ് എ ക്യാവിറ്റി ഇൻസൈഡ് വിച്ച് ഇസ് നോൺ ആസ് ദി ഒപ്റ്റോസീൻ. ഇതിൻ്റെ അകത്ത് എന്തുണ്ട്? ഒരു ക്യാവിറ്റി ഉണ്ട്. സോ ഒപ്റ്റിക് വെസിക്കിൾ, കാരണം എങ്ങനെയാണ് ഈ ഒപ്റ്റോസീൽ ഉണ്ടായത്? ഇത് ഇങ്ങനെയാണല്ലോ, അതെ, ഒരു ഔട്ട് പുഷിങ്ങിന്റെ ഭാഗമായിട്ടാണല്ലോ ഉണ്ടായത്. അപ്പോൾ ഒരു ഹോളോ ആയിരിക്കുമല്ലോ. അപ്പോൾ what you can see is that the optic vesicle has got a cavity inside which is known as the optocele. Okay. അപ്പോൾ ഇത് ന്യൂറെക്ടോഡോം ആണല്ലോ. ന്യൂറെക്ടോഡോമിൽ നിന്നാണല്ലോ, അല്ലെങ്കിൽ ന്യൂറെക്ടോഡോമിൽ നിന്നാണല്ലോ നമ്മുടെ നെർവ്സ് ഉണ്ടാവുന്നത്. ഇതിന് ചുറ്റും എന്തുണ്ടാവും? എപ്പിഡോമൽ എക്ടോഡം ഉണ്ട്. അതാണ് ഈ ഗ്രീൻ ക്ലേ കൊണ്ട് ഞാൻ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒപ്റ്റിക് വെസിക്കിൾ ഗ്രോ ചെയ്ത് ഇറ്റ് വിൽ ഗ്രോ ആൻഡ് ഇറ്റ് വിൽ റീച്ച്, അല്ലെങ്കിൽ സൈമിൾട്ടേനിയസ്ലി വാട്ട് വിൽ ഹാപ്പൻ? ഇറ്റ് വിൽ റീച്ച് ദി എക്ടോഡോം. അതെങ്ങോട്ട് എത്തും? എക്ടോഡോമിലോട്ട് എത്തും. ഓക്കെ, ആൻഡ് ഇറ്റ് കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദി എക്ടോഡം. അപ്പോൾ നോക്കി നമുക്കിവിടെ കാണാൻ പറ്റും എക്ടോഡോമായിട്ട് കോണ്ടാക്ട് ആണ്. സോ ഇറ്റ് കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദി എക്ടോഡം. Now once it comes in contact with the ectoderm, ഈ എക്ടോഡേമിൽ ഒരു മാറ്റം ഉണ്ടാകും, ഈ ഒപ്റ്റിക് വെസിക്കിളിലും മാറ്റം ഉണ്ടാകും. അപ്പോൾ എക്ടോഡേമിലും കുറച്ച് ചേഞ്ചസ് ഉണ്ടാകും, ഒപ്റ്റിക് വെസിക്കിളിലും ചേഞ്ചസ് ഉണ്ടാകും. അപ്പോൾ എന്താണ് എക്ടോഡേമിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്? എവിടെയാണോ ആ പോയിന്റ് ഓഫ് കോണ്ടാക്ട്, എവിടെയാണോ ഒപ്റ്റിക് വെസിക്കിളിൽ എക്ടോഡേമിനെ തൊട്ടത്, അതായത് ദ പൊസിഷൻ വേർ ദ ഒപ്റ്റിക് വെസിക്കിൾ came into contact with the ectoderm, it undergoes thickening. അതെന്തുണ്ടാവും? തിക്കനിങ് നടക്കും. തിക്കനിങ് നടക്കുന്നവരും ഇതുപോലെ അവിടെ സെൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സെൽ ഡിവിഷൻ കൂടും, അവിടെ തിക്കനിങ് നടക്കും. ആൻഡ് ഈ തിക്കൻ സ്ട്രക്ചറിനെ നമ്മൾ എന്ത് വിളിക്കും? വി കോൾ ഇറ്റ് ആസ് ലെൻസ് പ്ലാക്കോയിഡ്. നമ്മൾ അതിനെ എന്താ വിളിക്കുന്നത്? ലെൻസ് പ്ലാക്കോയിഡ്. സോ ദ ഒപ്റ്റിക് വെസിക്കിൾ കണ്ടിന്യൂസ് ടു പുഷ് ഔട്ട്വേർഡ് ആൻഡ് ഇറ്റ് കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദി ectoderm, and the point of contact where the optic vesicle contacts the ectoderm develops, or it induces a thickening, and this thickening is called the lens placoid. Okay, ഇനി എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ എക്ടോഡോമിൽ തൊട്ടപ്പോൾ ആർക്കും മാറ്റം വന്നു? ഈ പറയുന്ന നമ്മുടെ ഒപ്റ്റിക് വെസിക്കിളിന് മാറ്റം വന്നു. ഒപ്റ്റിക് വെസിക്കിളിന് എന്താ മാറ്റം വന്നത്? ഒപ്റ്റിക് വെസിക്കിളിന് വന്ന മാറ്റം ഞാനിപ്പോൾ അതിൻ്റെ ഈ പറയുന്ന പോലെ അതിനെ മുറിച്ച് രണ്ടാക്കുവാണെങ്കിൽ, സെക്ഷനാണ് ഇവിടെ കാണിക്കുന്നത്, എന്നാലും നമുക്ക് ആ വെസിക്കിളിൻ്റെ ഇത് മാറ്റം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ദ ഒപ്റ്റിക് വെസിക്കിൾ വിൽ ഫ്ലാറ്റൻ. ഒപ്റ്റിക് വെസിക്കിൾ എന്താണ്? തൊടുന്നെടുത്തുനിന്ന് ഫ്ലാറ്റൻ ആവും. ഫ്ലാറ്റൻ ആയിട്ട് എന്ത് നടക്കും എന്നറിയാമോ? ആൻഡ് ഇൻവാജിനേഷൻ ടേക്സ് പ്ലേസ്. ഇൻവാജിനേഷൻ നടക്കും. അത് സൈമിൾട്ടേനിയസ് ആയിട്ട് രണ്ടിടത്തും ഇൻവാജിനേഷൻസ് നടക്കുന്നുണ്ട് കേട്ടോ. എവിടേക്കാണ് നടക്കുന്നതെന്ന് പറയാം. ഈ ലെൻസ് പ്ലാക്കോയിഡും ഉള്ളിലോട്ട് എന്ത് ചെയ്യും? ഇൻവാജിനേഷൻ നടക്കും. അതനുസരിച്ചിട്ട് ഈ ഒപ്റ്റിക് വെസിക്കിളിലും എന്ത് നടക്കും? ഇതുപോലെ ഇൻവാജിനേഷൻസ് നടക്കും. ഓക്കെ, അപ്പോൾ എവിടെയൊക്കെ ഇൻവാജിനേഷൻസ് നടക്കും? ഈ ലെൻസ് പ്ലാക്കോയിഡ് ഉള്ളിലോട്ട് ഇൻവാജിനേറ്റ് ചെയ്യും. അതാണ് നിങ്ങൾ ഈ കാണുന്ന ഇൻവാജിനേറ്റ് ചെയ്യും. അതനുസരിച്ച് ഒപ്റ്റിക് വെസിക്കിളും ഇൻവാജിനേറ്റ് ചെയ്യും. ഒപ്റ്റിക് വെസിക്കിൾ ഇൻവാജിനേറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു കപ്പ് പോലത്തെ സ്ട്രക്ചർ കണ്ടോ? ഇറ്റ് ലുക്സ് ലൈക്ക് എ കപ്പ് അല്ലേ? ഇവിടെ നോക്കിയേ, കപ്പ് പോലത്തെ ഒരു കപ്പ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാവും. നൗ ഇത് കപ്പിന്റെ സ്ട്രക്ചർ നോക്കിയേ, ഡബിൾ വാൾഡ് ആണല്ലേ? ഇത് രണ്ട് വാളുള്ള ഒരു കപ്പ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാകും. ആൻഡ് ദിസ് ഡബിൾ വാൾഡ് കപ്പ് ലൈക്ക് സ്ട്രക്ചേഴ്സ് നോൺ ആസ് ഒപ്റ്റിക് കപ്പ്. ഇതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഒപ്റ്റിക് കപ്പ് എന്ന് വിളിക്കുന്നു. നമുക്ക് ഇവിടെ ആണെങ്കിൽ ഇതുപോലെ ഒപ്റ്റിക് കപ്പ് ഉണ്ടാവും. കണ്ടോ? പുറമേന്ന് നോക്കും, നമ്മളിപ്പോൾ ഇങ്ങനെ പുറമേന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഒപ്റ്റിക് കപ്പ് ഉണ്ടാവും.
നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ ഉള്ളിൽ ഇങ്ങനെയായിരിക്കും, പക്ഷെ പുറമേ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഒപ്റ്റിക് കപ്പ് ഉണ്ടാവും. അപ്പോൾ ലെൻസ് പ്ലാക്കോയിഡിൻ്റെ അവിടെയും ഇതുപോലെ കപ്പ് ഉണ്ടായല്ലോ. ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഓക്കെ, ഈ ലെൻസ് പ്ലാക്കോയിഡിൻ്റെ ആ റീജിയൻ അങ്ങ് പിഞ്ച് ഓഫ് ചെയ്തിട്ട് ഇറ്റ് വിൽ കം ആൻഡ് ലൈ വിത്തിൻ ദി ഒപ്റ്റിക് കപ്പ്. അത് ഒപ്റ്റിക് കപ്പിൻ്റെ അതിൻ്റെ ഉള്ളിൽ വന്ന് കിടക്കും. ഓക്കെ, ആൻഡ് ദി എക്ടോഡം ജോയിൻ ചെയ്യും. ഓക്കെ, നമ്മളിത് ഒന്നുകൂടെ ഒക്കെ പറയൂ കേട്ടോ. യൂസൊക്കെ മനസ്സിലായോ? ഇനി ഇവിടെ ഇൻവാജിനേഷൻ നടന്നപ്പോൾ, ഈ ഒപ്റ്റിക് കപ്പ് ഫോർമേഷൻ നടന്നപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇതിൻ്റെ അകത്ത് ഒപ്റ്റോസീൽ ഉണ്ടായിരുന്നല്ലോ. ഈ ഒപ്റ്റോസീൽ എന്ത് പറ്റി? ഒപ്റ്റോസീൽ റെഡ്യൂസ്ഡ് ആയി, അല്ലെങ്കിൽ ഒബ്ലിട്രേറ്റ്സ് എന്ന് പറയും. അതായത് ചെറുതായി, കുറഞ്ഞുപോയി, നശിച്ചുപോയി എന്നൊക്കെ പറയുന്ന ഒരു വാക്കാണ് ഒബ്ലിട്രേറ്റ്സ് എന്ന് പറയുന്നത്. സോ ആസ് ദി ഒപ്റ്റിക് വെസിക്കിൾ changes into an optic cup, the optocoel, ഇവിടെ ഉണ്ടായിരുന്ന ആ ക്യാവിറ്റി optocoel, it reduces and the രണ്ട് വാൾ ഉണ്ടല്ലോ, ഈ വാൾ they come close to each other, അവർ അടുത്തടുത്ത് വരാൻ തുടങ്ങി. സോ അങ്ങനെ നമുക്കൊരു ഡബിൾ വാൾഡ് കപ്പ് ലൈക്ക് സ്ട്രക്ചർ കിട്ടി. അതിനാണ് ഒപ്റ്റിക് കപ്പ് എന്ന് പറയുന്നത്. ഈ ഒപ്റ്റിക് കപ്പിന്റെ ഫോർമേഷൻ നടക്കുമ്പോൾ വേറൊരു സംഭവം കൂടെ ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെ ഒരു ഒപ്റ്റിക് ഫോർമേഷൻ നടക്കുമല്ലോ. ഈ ഇൻവാജിനേഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. ഒപ്റ്റിക് സ്റ്റോക്കിലോട്ടും കൂടെ ഇൻവാജിനേഷൻ നടക്കും കേട്ടോ. സോ ദിസ് ഇൻവാജിനേഷൻ ഇസ് കണ്ടിന്യൂസ് ടു ദി ഒപ്റ്റിക് സ്റ്റോക്ക്. അപ്പോൾ ഒപ്റ്റിക് സ്റ്റോക്കിലോട്ടും കൂടെ എന്ത് നടക്കുകയാണ്? ഈ ഒരു പെർട്ടിക്കുലർ ഇൻവാജിനേഷൻ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഏത് ഇൻവാജിനേഷൻ അല്ലേ? ഞാൻ ഈ ഒരു ഇൻവാജിനേഷൻ പറഞ്ഞില്ലേ, ഇങ്ങനൊരു ഇൻവാജിനേഷൻ നടന്നു എന്ന് നമ്മൾ പറയില്ലേ? ഇതിങ്ങനെ വളഞ്ഞു വന്നപ്പോൾ ഒരു ഇൻവാജിനേഷൻ ഒപ്റ്റിക് വെസിക്കിളിൽ ഉണ്ടായിരുന്നു. Now that invagination is continuous with the optic stalk. ആ ഇൻവാജിനേഷൻ എങ്ങോട്ടും കൂടെ ഉണ്ടായിട്ടുണ്ട്? ഒപ്റ്റിക് സ്റ്റോക്കിലും കൂടെ ആ ഇൻവാജിനേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒപ്റ്റിക് സ്റ്റോക്കിൽ ഇൻവാജിനേഷൻ ഉണ്ടായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? അവിടെ ഒരു ഗ്രൂവ് അല്ലേ? അവിടെ നമുക്കൊരു കുഴി കണ്ടോ? ഒരു ഗ്രൂവ് കാണാൻ പറ്റും. ആൻഡ് ദിസ് ഗ്രൂവ് ഇസ് നോൺ ആസ് കൊറോയിഡ് ഫിഷർ. ഈ ഗ്രൂവിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? കൊറോയിഡ് ഫിഷർ എന്ന് വിളിക്കും. ഇതൊരു ഗ്രൂവാണ്. ഈ ഗ്രൂവിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? കൊറോയിഡ് ഫിഷർ. ഈ കൊറോയിഡ് ഫിഷറിന്റെ ഫംഗ്ഷൻ എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ കാണാം. ഓക്കെ, സോ കൊറോയിഡ് ഫിഷർ ഉണ്ടായി, ഇതൊരു കപ്പ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടായി. ഔട്ടർ വാളും ഇന്നർ വാൾ ഓഫ് ദി ഒപ്റ്റിക് കപ്പ് അടുത്തടുത്ത് വന്നു. പിന്നെ എന്താ സംഭവിച്ചത്? ഇങ്ങോട്ട് ആര് വന്നിരുന്നു? ലെൻസ് പ്ലാക്കോയിഡ് ഇതിങ്ങനെ വന്നിരുന്നു അല്ലേ? ഓൾറെഡി എപ്പിഡേർമൽ എക്ടോഡേർമൽ ലെൻസ് പ്ലാക്കോയിഡ് ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാലും അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടി വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയുകയാണ്. നമ്മൾ പറഞ്ഞല്ലോ, എവിടെയാണോ ഒപ്റ്റിക് കപ്പ് വന്ന് എപ്പിഡേർമൽ എക്ടോഡേർമൽ ടച്ച് ചെയ്യുന്നത് അവിടെ ഒരു തിക്കനിങ് ഉണ്ടാവുന്നു. നൗ ദിസ് ഇസ് നോൺ ആസ് ദ ലെൻസ് പ്ലാക്കോയിഡ്. ലേറ്റർ ഇൻവാജിനേഷൻ അല്ലെങ്കിൽ ഇൻ പുഷിംഗ് occurs in the region of lens placoid. അപ്പോൾ അവിടെയും ലെൻസ് പ്ലാക്കോയിഡിന്റെ റീജിയനിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇൻവാജിനേഷൻ ഉണ്ടാവുന്നതായിട്ട് കാണാൻ പറ്റും. ഇൻവാജിനേഷൻ ഉണ്ടായിട്ട് അതെന്താകും? പിഞ്ച് ഓഫ് ആവും. അവിടുന്ന് മുറിഞ്ഞ് അതെവിടെ വന്ന് കിടക്കും? ഈ ഒപ്റ്റിക് കപ്പിൻ്റെ അകത്ത് വന്ന് കിടക്കും. ഇങ്ങനെ കിടക്കും. ഒപ്റ്റിക് കപ്പിൻ്റെ അകത്ത് നിന്ന് കിടക്കുമല്ലോ. ഈ പുറത്ത് ഇപ്പം ബാക്കിയുള്ള എക്ടോഡോം ഇല്ലേ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ജോയിൻ ചെയ്ത് തിൻ ലെയറായിട്ട് ഫോം ചെയ്യും. പുറത്തൊരു തിൻ ലെയറായിട്ട് ഫോം ചെയ്തിട്ട് ഇതാണ് ഭാവിയിൽ കോർണിയ ആവുന്നത് കേട്ടോ. ഇത് ഈ എക്ടോഡം ഭാവിയിൽ കോർണിയ ആവും. നമുക്ക് പിന്നെ ഒന്നുകൂടെ ലാസ്റ്റ് പറയാം. ഇപ്പോൾ നിങ്ങൾ ഈ നോക്കി, ഈ ലെൻസ് വെസിക്കിളിനോ ഈ പിഞ്ച് ഓഫ് ചെയ്ത ലെൻസ് പ്ലാക്കോയിഡിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? വി കോൾ ദിസ് ആസ് ദി ലെൻസ് വെസിക്കിൾ. ഈ പിഞ്ച് ഓഫ് ചെയ്ത വീണ ലെൻസ് പ്ലാക്കോയിഡ് ഇപ്പം നമ്മളതിനെ എന്താ വിളിക്കുന്നത്? ലെൻസ് വെസിക്കിൾ എന്നാണ് വിളിക്കുന്നത്. ലെൻസ് വെസിക്കിൾ. ഈ ലെൻസ് വെസിക്കിളിന്റെ ഇന്നർ വാൾ ഇതാണല്ലോ ഔട്ടർ വാൾ, ഇത് ഇന്നർ വാൾ അല്ലേ? ഇന്നർ വാളിൽ നമ്മൾ ഉള്ളിലോട്ടിരിക്കുന്ന ഒപ്റ്റിക് കപ്പിലോട്ടിരിക്കുന്ന വാൾ ആയതുകൊണ്ടാണ് ഇതിനെ ഇന്നർ വാൾ എന്ന് വിളിക്കുന്നത്. ഈ ഇന്നർ വാളിലെ സെൽസ് ഭയങ്കരമായിട്ട് ഇലോങ്ങേറ്റഡ് ആവും. ദേ ഇങ്ങനെ ആകും ലെൻസ് പ്ലാക്കോയിഡ്. ഇന്നർ വാളിലെ സെൽസ് ഇലോങ്ങേറ്റഡ് ആകും, ലെൻസ് ഫൈബേഴ്സ് ആവും. ഔട്ടർ വാളിലെ സെൽസ് ഇങ്ങനെ ക്യൂബോയിഡലായിട്ട് തന്നെ ഇരിക്കും.
ഇത് കഴിഞ്ഞ് പിന്നെയും ഭയങ്കരമായിട്ട് ഡിവിഷൻ നടന്നിട്ട് ഈ ലെൻസിൻ്റെ അകത്തും ഒരു ക്യാവിറ്റി ഉണ്ട്. ഈ ക്യാവിറ്റി എന്താണ്? ഈ ക്യാവിറ്റി ആക്ച്വലി ഈ പറയുന്നത് പോലെ ഡിവിഷൻ നടന്ന്, സെല്ലിൻ്റെ ഡിവിഷൻ നടന്ന് അതൊരു സോളിഡ് മാസ് ഓഫ് സെൽസ് ആവും, അങ്ങനെ ലെൻസ് ആകും. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. എന്താണ്? ഇതുപോലെ ഒരു ലെൻസ് വെസിക്കിൾ ഉണ്ടാവും. ലെൻസ് വെസിക്കിളിൻ്റെ ഇന്നർ വോളിലെ സെൽസ് ഭയങ്കരമായിട്ട് ഇലോങ്ങേറ്റഡ് ആകും. അങ്ങനെ ലെൻസ് വെസിക്കിളിൻ്റെ അകത്തുള്ള ക്യാവിറ്റി റെഡ്യൂസ്ഡ് ആകും. ഭാവിയിലും പിന്നെയും ഇലോങ്ങേറ്റഡ് ആയി ഡിവിഷൻ നടന്ന് എന്താണ് നമുക്ക് ലെൻസ് എന്ന് പറയുന്ന ഒരു സോളിഡ് മാസ് ആയിട്ട് കിട്ടും. ഈ ലെൻസ് ഒപ്റ്റിക് കപ്പിൽ വന്ന് കിടക്കുക എന്ന് പറഞ്ഞല്ലോ. ദേ വിൽ ബി സസ്പെൻഡഡ് ഇൻ ദ ഒപ്റ്റിക് കപ്പ്, അല്ലെങ്കിൽ ദേ വിൽ ബി അറ്റാച്ച്ഡ് ടു ദ ഒപ്റ്റിക് കപ്പ് ആൻഡ് വിൽ ബി ലൈങ് ഡൗൺ ലൈക്ക് ദിസ്. ഇങ്ങനെ ആയിരിക്കും കേട്ടോ അത് വന്നിരിക്കുന്നത്. നേരത്തെ ഇതിങ്ങനെ വളഞ്ഞ് വന്ന് ലെൻസ് ഇത് ഇങ്ങനെ ആയിരിക്കും വന്നിരിക്കുന്നത്. ആൻഡ് ദേ വിൽ ബി സസ്പെൻഡഡ് ടു ദി ഒപ്റ്റിക് കപ്പ്, അല്ലെങ്കിൽ അറ്റാച്ച്ഡ് ടു ദി ഒപ്റ്റിക് കപ്പ്. സസ്പെൻസറി ലിഗമെന്റ്സ് വഴിയായിട്ടായിരിക്കും അവർ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത്, ലെൻസ് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ലെൻസ് പ്ലാക്കോയിൻ എന്താ സംഭവിച്ചത് നമുക്ക് മനസ്സിലായി. ലെൻസ് വന്ന് അറ്റാച്ച് ചെയ്തു. ഇനി കുറച്ച് വ്യത്യാസങ്ങൾ, കുറച്ച് ഡെവലപ്മെന്റ് ഇനി ഇവിടെ നടക്കാനുണ്ട്, നമുക്കത് പറയാം. അപ്പോൾ ഞാൻ ഈ ലെൻസിനെ ഒന്ന് മാറ്റുവാണേ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒപ്റ്റിക് കപ്പിൽ 2 ലെയർ ഉണ്ടായിരുന്നു. ഡബിൾ വോൾഡ് ഒപ്റ്റിക് കപ്പായി, ഡബിൾ വോൾഡ് ഒപ്റ്റിക് കപ്പായിട്ടിരിക്കുകയാണ്. സോ ഒരു ഇന്നർ വോളും ഉണ്ട്, ഒരു ഔട്ടർ വോളും ഉണ്ട്. അവരെല്ലാം ക്ലോസ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഈ ഇന്നർ വോളാണ്, ഈ ഇന്നർ വോളും ഔട്ടർ വോളും കൂടെയാണ് കേട്ടോ റെറ്റിന ആവാൻ പോകുന്നത്. ഭാവിയിലെ അഡൽട്ടിലെ റെറ്റിന ആവേണ്ട സ്ട്രക്ചേഴ്സ് ആണ് ഇവർ. ഓക്കെ, ദ ഇന്നർ വോൾ വിൽ ഡിവൈഡ്, നന്നായിട്ട് ഡിവൈഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഇന്നർ വോൾ എന്താവും? ദ സെൻസറി ലെയർ ഓഫ് റെറ്റിന. സെൻസറി ലെയർ ഓഫ് റെറ്റിന എന്ന് പറയുമ്പോൾ അവിടെ അവർ റോഡ് സെൽസ്, കോൺ സെൽസ്, ROD റോഡ് സെൽസും കോൺ സെൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് നല്ല തിക്കണ്ടായിട്ട് എന്താകും? സെൻസറി ലെയർ ഓഫ് റെറ്റിന ആവും. ഈ റെറ്റിനയ്ക്ക് തന്നെ വേറൊരു ലെയറും കൂടെ ഉണ്ട് കേട്ടോ, അതാണ് ഈ ഔട്ടർ ലെയർ. ആൻഡ് ദിസ് ഔട്ടർ ലെയർ ഇസ് നോൺ ആസ് ദ പിഗ്മെന്റഡ് ലെയർ. എന്താ പറയുന്നത് അതിനെ? പിഗ്മെന്റഡ് ലെയർ. അപ്പോൾ പിഗ്മെന്റഡ് ലെയർ എന്ന് പറയുമ്പോൾ അതിനെ കൊറോയിഡ് കോട്ടുമായിട്ട് കൺഫ്യൂസ് ചെയ്യരുത്. കൊറോയിഡ് കോട്ട് എന്ന് പറയുന്നത് ഇതിന് പുറത്ത് വേറെ ഉണ്ടാകുന്ന ഒരു പിഗ്മെന്റഡ് ലെയർ ആണ്. ലെൻസ് റെറ്റിനയിൽ തന്നെ ഒരു പിഗ്മെന്റഡ് ലെയർ ഉണ്ട്, അതിനെയാണ് നമ്മൾ പിഗ്മെന്റഡ് ലെയർ എന്ന് പറയുന്നുണ്ട്. അതാണ് ഔട്ടർമോസ്റ്റ് ലെയർ. ഈ പിഗ്മെന്റഡ് ലെയറിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് അറിയാമോ? ലൈറ്റ് സ്കാറ്ററിങ് ഒരു പരിധി വരെ കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ റെറ്റിനയ്ക്ക് തന്നെ 2 ലെയർ ഉണ്ട്, ഒരു സെൻസറി ലെയർ ഉണ്ട്, ഒരു പിഗ്മെന്റഡ് ലെയർ ഉണ്ട്. അപ്പോൾ ഇന്നർ ലെയർ ഓഫ് സെൽസ്, ഒപ്റ്റിക് കപ്പിന്റെ ഇന്നർ ലെയർ ഓഫ് സെൽസ് എന്ത് ചെയ്യും? They'll divide and develop into rods and cones, and outer layer of cells pigmented cells ആയിട്ടിരിക്കും. ഇനി ഇന്നർ ലെയർ ഓഫ് സെൽസിൽ അവിടുത്തെ ഒരു ഇച്ചിരി മോഡിഫിക്കേഷൻസ് പിന്നെയും നടക്കും കേട്ടോ. എന്താ അവിടെ മോഡിഫിക്കേഷൻസ് നടക്കുന്നതെന്ന് അറിയാമോ? ദ ഇന്നർ ലെയർ ഓഫ് സെൽസ് അവിടെ റാപ്പിഡായിട്ട് ഡിവിഷൻ നടന്നിട്ട് അവിടുത്തെ സെൻസറി സെൽസിൻ്റെ ഒക്കെ നെർവ് ഫൈബേഴ്സ്, ഇതൊക്കെ ന്യൂറോൺസ് ആണല്ലോ ഇവിടെ ഒക്കെ ഉള്ളത്. നിങ്ങൾ ഓർക്കുക, ഇതൊക്കെ ന്യൂറോ എക്ടോഡേം ആണ്. സോ ഇതെല്ലാം സെൻസറി സെൽസ് ആണ്. ഇവർക്കൊക്കെ ഈ എന്താണ് നെർവ് ഫൈബേഴ്സ് ഉണ്ടാവും. ഇവരുടെ നെർവ് ഫൈബേഴ്സ് അല്ല, അതായത് ഇവിടുത്തെ സെൽസിലെല്ലാം നെർവ് ഫൈബേഴ്സ് നമ്മളിപ്പോൾ ഈ ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കി, ഇതാണല്ലോ നമുക്കിപ്പോൾ ഇതിനകത്ത് ഔട്ടർ വോളും ഇന്നർ വോളും കാണാൻ പറ്റില്ല, നമുക്ക് ഇന്നർ വോള് മാത്രമേ കാണാൻ പറ്റൂ. ഇതാണ് അതിൻ്റെ ക്രോസ് സെക്ഷൻ. ഇതിപ്പോൾ പുറമേ നിന്ന് കാണുമ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ്. ഇതാണ് അതിൻ്റെ ക്രോസ് സെക്ഷൻ, റൈറ്റ്? അപ്പോൾ ഇവിടെ നിറയെ എന്തുണ്ട്? സെൻസറി സെൽസ് ഉണ്ട്. ഈ സെൻസറി സെൽസിൻ്റെ എല്ലാം നെർവ് ഫൈബേഴ്സ്, സെൻസറി സെൽസിൻ്റെ എല്ലാം നെർവ് ഫൈബേഴ്സ് എന്ത് ചെയ്യും? നെർവ് ഫൈബേഴ്സ് അതേ ഇതുപോലെ നെർവ് ഫൈബേഴ്സിനൊക്കെ ഉള്ളിലോട്ട് ചെല്ലണമല്ലോ. നെർവ് ഫൈബേഴ്സ് എല്ലാം കൂടെ എന്താണ് ബ്രെയിനിലോട്ട് പോകുന്നത് ഇതുവഴിയാണ്, ഈ കൊറോയിഡ് ഫിഷർ വഴിയാണ്. സോ കൊറോയിഡ് ഫിഷർ വഴി ഈ നെർവ് ഫൈബേഴ്സ്, ഇവിടുത്തെ ഒപ്റ്റിക് നെർവ് ഫൈബേഴ്സ് എല്ലാം കൂടെ ബ്രെയിനിലോട്ട് ചെല്ലും. മാത്രമല്ല കൊറോയിഡ് ഫിഷർ കൂടെയാണ് ബ്ലഡ് വെസൽസും കണ്ണിലോട്ട് എത്തുന്നത്. സോ ബ്ലഡ് വെസൽസും നെർവ് ഫൈബേഴ്സൊക്കെ കൊറോയിഡ് ഫിഷറിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ ഇത് കൊറോയിഡ് ഫിഷർ, ഇതൊരു ഗ്രൂവ് ആയിരുന്നു ഓർക്കുന്നുണ്ടല്ലോ കൊറോയിഡ് ഫിഷർ. ഈ ഗ്രൂവ് എന്ത് ചെയ്യും? ഇപ്പം അതിലേക്ക് ക്ലോസ് ചെയ്യും. ഈ ഗ്രൂവ് എന്ത് ചെയ്യും? ഇറ്റ് വിൽ ക്ലോസ്, enclosing the nerve fibers, enclosing the blood vessels. അത് ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്യുമ്പോൾ കൊറോയിഡ് ഫിഷറിൻ്റെ ക്ലോസിങ് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത്
അവിടെ ഒരു നോട്ട് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാകും. അതിനെയാണ് കൊറോയിഡ് നോട്ട് എന്ന് പറയുന്നത്. ഇതുപോലൊരു നോട്ട് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, അതിനെ കൊറോയിഡ് നോട്ട് എന്ന് പറയും. സോ ഇത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് നമ്മുടെ റെറ്റിനയുടെ മുകളിൽ ഇതേ ലെൻസ് ഇരിക്കുന്നു. ഓക്കെ, ഈ രീതിയിൽ കാണുവാണെങ്കിൽ, ക്രോസ് സെക്ഷനിൽ കാണുവാണെങ്കിൽ നമുക്ക് ക്രോസ് സെക്ഷൻ ഇതേ ഇങ്ങനെ കാണാൻ പറ്റും. ക്രോസ് സെക്ഷൻ ഓക്കെ. ഇനി ഈ ലെഫ്റ്റ് കണ്ണിൽ നിന്ന് വരുന്ന ഒപ്റ്റിക് നെർവും റൈറ്റ് കണ്ണിൽ നിന്ന് ഒപ്റ്റിക് നെർവും കൂടെ ക്രോസ് ചെയ്യും കേട്ടോ. അതിനാണ് ഒപ്റ്റിക് കയാസ്മ എന്ന് പറയുന്നത്. അത് നിങ്ങളെല്ലാവരും ബ്രെയിനിൻ്റെ സ്ട്രക്ചറിൽ പഠിച്ചാൽ. അപ്പോൾ ഇതിപ്പോൾ കണ്ണിൻ്റെ ഇത്രയും കാര്യമായി. ഇനി കണ്ണിൻ്റെ സ്ട്രക്ചർ മൊത്തം കംപ്ലീറ്റ് ആയില്ലല്ലോ. ഇവർക്ക് ചുറ്റും ഇനി വേറെ ആരൊക്കെ വരണം? ഇതിപ്പോൾ റെറ്റിനി ആയി, ലെൻസായി. ഇവർക്ക് ചുറ്റും ഇനി വേറെയും കുറേ ആൾക്കാർ വരാനുണ്ട്. നമുക്കതിന് നോക്കാം. ഈ സമയത്ത് ഈ ഒപ്റ്റിക് കപ്പിന് പുറത്തൂടെ മീസെൻകൈം സെൽസ്, കുറേ മീസെൻകൈം സെൽസ് ഒന്ന് അക്യുമുലേറ്റ് ചെയ്യും. വാട്ട് ആർ മീസെൻകൈം സെൽസ്? മീസെൻകൈം സെൽസ് എന്ന് പറയുന്നത് മീസോഡേമിൽ നിന്ന് തന്നെ ഉണ്ടാവുന്ന സെൽസ് ആണ്. അത് മീസോഡേമിൽ നിന്നും ചിലപ്പോൾ ഉണ്ടാകാം, അതല്ലാതെ ഈ പറയുന്നത് പോലെ അത് എക്ടോഡേമിൽ നിന്നും ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ എന്തായാലും ഈ മീസെൻകൈമൽ സെൽസ് മെയിൻലി മീസോഡേമിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അവരാണ് എംബ്രിയോണിക് കണക്റ്റീവ് ടിഷ്യൂ, അതായത് എംബ്രിയോയിലുള്ള സെൽസാണ് ഭാവിയിലെ കണക്റ്റീവ് ടിഷ്യൂ. ബോൺ, കാർട്ടിലേജ്, ബ്ലഡ് സെൽസ് ഒക്കെ ആകേണ്ട മീസോഡോം സെൽസിനെയാണ് നമ്മൾ മീസെൻകൈം സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മീസെൻകൈം സെൽസ് ഈ സമയത്ത് ആർക്ക് ചുറ്റും വന്ന് അടിഞ്ഞുകൂടും? വിൽ കം ആൻഡ് അക്യുമുലേറ്റ് അറൌണ്ട് ദി ഒപ്റ്റിക് കപ്പ്. ആൻഡ് ഫസ്റ്റ് ഒരു ലെയർ ഉണ്ടാവും, ദാറ്റ് ഇസ് നോൺ ആസ് ദി കൊറോയിഡ് ലെയർ. ഒരു പിഗ്മെന്റഡ് ലെയർ ആണ് കൊറോയിഡ് ലെയർ, വാസ്കുലർ ലെയർ ആണ്. ഇത് കൂടാതെ ഇനി ഒരു ലെയർ ഓഫ് മീസെൻകൈം സെൽസ് കൂടെ വന്ന് അക്യുമുലേറ്റ് ചെയ്യും. ഓക്കെ, അതൊരു തിക്ക് പ്രൊട്ടക്റ്റീവ് കോട്ടാകും. അതാണ് സ്ക്ലീറ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ 2 ലെയർ ഓഫ് മീസെൻകൈം വരും. ആദ്യം ഉണ്ടാകുന്ന ഒരു പിഗ്മെന്റഡ് കൊറോയിഡ് ലെയർ, രണ്ടാമതൊരു തിക്ക് ലെയർ. ഈ സമയത്ത് തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ലെൻസിന് പുറത്തോട്ട് ഇപ്പോൾ അതേ നമ്മുടെ ഒപ്റ്റിക് കപ്പിൻ്റെ ഇന്നർ വോൾ ആൻഡ് ഔട്ടർ വോള് ലെൻസിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ വന്ന് മെർജ് ചെയ്ത് വരും, തിൻ ഔട്ടായിട്ട് വരും. അതിനെയാണ് നമ്മൾ ഐറിസ് എന്ന് വിളിക്കുന്നത്. കണ്ടോ, it will actually form a thin layer around the lens, leaving a small pupil മാത്രം പുറത്തോട്ട് it start covering the lens. തിൻ ലെയർ ആയിട്ട് അതിനെ നമ്മൾ ഐറിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഐറിസ് ഉണ്ടായി, കൊറോയിഡ് ഉണ്ടായി, സ്ക്ലീറ ഉണ്ടായി ഇല്ലേ? പിന്നെ നമ്മൾ ഓൾറെഡി എന്താ പറഞ്ഞത്? നമുക്കിവിടെ ഓൾറെഡി എന്തുണ്ടായിരുന്നു? കോർണിയ അല്ലേ? ലെൻസ് ഉണ്ടായ എക്ടോഡോം, ആ ലെൻസ് ഉണ്ടായ സ്ഥലത്ത് ഭയങ്കരമായിട്ട് തിന്നാകും. തിന്നായിട്ട് അത് എന്താവെന്ന് പറഞ്ഞു? കോർണിയ ഉണ്ടായി. ഇനി ഈ എപ്പിത്തീലിയൽ ലെയറിൽ തന്നെ, ഈ എപ്പിത്തീലിയൽ ഞാൻ ഇങ്ങനെ വെക്കുകയാണ് നിങ്ങൾക്കത് കാണാനായിട്ട്. എപ്പിത്തീലിയൽ ലെയറിൽ നിന്ന് തന്നെ ചെറുതായിട്ടൊരു ലെയർ സെൽസ് ഉണ്ടായി വരും. ഓക്കെ, അവരാണ് എന്താവുന്നത്? കൺജക്റ്റീവ് ആവുന്നത്. ഇവിടുന്ന് ലെയർ ഓഫ് സെൽസ് വേറെ ഉണ്ടായി വരും, അവർ കൺജക്റ്റീവ് ആകും. കൺജക്റ്റീവയും കോർണിയയും കൂടെ ഒരുമിച്ച് ഫ്യൂസ് ചെയ്യും കേട്ടോ. അപ്പം നമുക്കിപ്പോൾ എന്തൊക്കെ കാണാൻ പറ്റും നോക്കി? കോർണിയ കാണാം, ഐറിസ് കാണാം, ലെൻസ് കാണാം. ഇവിടെ ഒരു ക്യാവിറ്റി ഉണ്ട് കേട്ടോ, വലിയൊരു ക്യാവിറ്റി. അപ്പോൾ ഇനി നമുക്ക് കുറേ ക്യാവിറ്റീസ് കണ്ണിൽ കാണാൻ പറ്റും. ഏതൊക്കെയാണ് ക്യാവിറ്റി? ദർ ഇസ് എ സ്പേസ് ബിറ്റ്വീൻ ദി കോർണിയ ആൻഡ് ദി ലെൻസ്. അവിടെ കുറച്ച് ഫ്ലൂയിഡ് വന്ന് അക്യുമുലേറ്റ് ചെയ്യും, അതാണ് അക്വസ് ഹ്യൂമർ ആവുന്നത്. ആൻഡ് ദർ ഇസ് എ സ്പേസ് ബിറ്റ്വീൻ ദ ലെൻസ് ആൻഡ് ദ റെറ്റിന, ആൻഡ് ദ സ്പേസ് വിൽ ബി അക്യുമുലേറ്റഡ് വിത്ത് ഫ്ലൂയിഡ് ആൻഡ് ഇറ്റ് ബിക്കംസ് ദി വിട്രിയസ് ഹ്യൂമർ. സോ ഇങ്ങനെയാണ് ഡെവലപ്മെന്റ് ഓഫ് ഐ ഇൻ ഫ്രോഗ് നടക്കുന്നത്. ഓക്കെ, ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, ഈ വീഡിയോ കണ്ടിട്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടുക, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. Thank you so much.